BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബൈപ്പാസ് മേൽപ്പാലത്തിന് താഴെ മാർക്കറ്റ് സർവീസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ നഗരസഭ വീണ്ടും ഒഴിപ്പിച്ചു. ലോട്ടറി, തട്ടുകട, പഴക്കട തുടങ്ങിയവ നടത്തുന്നവരെയാണ് പോലീസ് സഹായത്തോടെ നീക്കിയത്. ഒരു മാസത്തിനുള്ളിൽ 5ാം തവണയാണ് ഇവിടെ ഒഴിപ്പിക്കൽ നടക്കുന്നത്. നടപടി പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിന്റെ പിന്നാലെ വഴിവാണിഭം വീണ്ടും ആരംഭിക്കും. അനധികൃത കച്ചവടം ഒഴിപ്പിക്കാനെത്തിയ വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഭീഷണിയുണ്ടായി. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രധാന പ്രതിയെ പിടികൂടിയിട്ടില്ല. വഴിവാണിഭം മൂലം സർവീസ് റോഡിൽ ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഇവിടെ വഴിയോര കച്ചവടം നടത്തുന്നത് ഹൈക്കോടതി നിരോധിച്ചിരുന്നു. ഇതിന്റെ അറിയിപ്പ് രേഖപ്പെടുത്തിയ ബോർഡിനും ചൂട്ടിലും കച്ചവടം പൊടിപൊടിക്കുന്നു എന്നാണ് വിചിത്രം. വളയഞ്ചിറങ്ങര ITCക്ക് മുൻപിൽ മണ്ണുമായി പോയ ലോറി മറിഞ്ഞ 2 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്ക്. ഡ്രൈവർ പറവൂർ മാഞ്ഞാലി അഖിൽ ITCയിലേക്ക് വരികയായിരുന്ന 1ാം വർഷ വിദ്യാർത്ഥികളായ ആദിത്യചന്ദ്രൻ, ജോയൽ ജൂലിയറ്റ് എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ നിന്ന് കല്ലും മണ്ണും വീണാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല. NSITCക്ക് മുൻപിൽ രാവിലെ 9-നായിരുന്നു അപകടം. പട്ടിമറ്റം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ NS സസൈനാറുടെ നേതൃത്വത്തിൽ എത്തിയ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. നിർമ്മാണ സാമഗ്രികളുമായി നിരത്തിലൂടെ അമിത വേഗത്തിൽ ഓടുന്ന ലോറികൾ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. വിദ്യാലയങ്ങളിൽ കുട്ടികൾ എത്തുന്ന രാവിലെ 9-നും 10-നും ഇടയിലും സ്കൂൾ വിടുന്ന വൈകിട്ട് 3:30-നും 4:30-നും ഇടയിലും ഭാരവണ്ടികൾ ഓടിക്കരുതെന്നാണ് ചട്ടമെങ്കിലും അത് പലപ്പോഴും പാലിക്കുന്നില്ല. ഇന്നലെ രാവിലെ വളയഞ്ചിറങ്ങയിൽ മണ്ണിലോടുമായി പോയ ലോറി മറിഞ്ഞ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 12 ചക്രങ്ങളുള്ള വലിയ ലോറികൾ അമിത ലോഡുമായി പോകുന്നത് റോഡ് തകരാനും കാരണമാകുന്നുണ്ട്. വേനൽക്കാലമായതോടെ നിർമ്മാണ പ്രവൃത്തികൾ വർദ്ധിച്ചതാണ് ലോറികൾ ചട്ടം ലംഘിച്ച് ഓടുന്നതിന് ഇടയാക്കുന്നത്. മണ്ണ്, കല്ല്, മെറ്റൽ തുടങ്ങിയവ ശരിയായി മൂടാതെ റോഡിലൂടെ പോകുന്നതും പൊടിശല്യത്തിന് കാരണമാകുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മരട് നഗരസഭ സ്ഥാപിച്ച ഇൻസ്റ്റലേഷനിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ മോഷ്ടിച്ച് ആക്രിപ്പെറുക്കക്കാർ പിടിയിൽ. അതിഥി തൊഴിലാളികളായ ഇസ്മായിൽ, മിറാജ് എന്നിവരാണ് പിടിയിലായത്. മരട് നഗരസഭ ആരോഗ്യ വിഭാഗം 10,000 രൂപ പിഴ ചുമത്തി. പ്ലാസ്റ്റിക് ഉൾപ്പെടെ പാഴ്വസ്തുക്കളുടെ അമിതോപയോഗം ഭാവിയിൽ ശുദ്ധജലത്തിൽ പ്ലാസ്റ്റിക് അംശം കടന്നുകൂടുമെന്ന സന്ദേശവുമായി ടാപ്പ് തുറക്കുമ്പോൾ ജലത്തോടൊപ്പം പ്ലാസ്റ്റിക് വരുന്ന രീതിയിൽ പാഴായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയ ഇൻസ്റ്റലേഷനിലെ കുപ്പികളാണ് മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച സ്ഥാപിച്ച 20 അടി ഉയരമുള്ള ഇൻസ്റ്റലേഷനിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു മോഷണം. കുപ്പികൾ അഴിച്ചെടുത്ത് ചാക്കിലാക്കുകയായിരുന്നു. വിവരം പറഞ്ഞ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉടനെത്തി ഇവരെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പിഴ ചുമത്തി. നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ നഗരസഭ കണ്ടിൻജൻസി ജീവനക്കാരെ പുനർനിർമ്മിച്ചു. ആയിരങ്ങൾക്ക് നോമ്പ് തുറയും അത്താഴവും ഒരുക്കി വ്യത്യസ്തരാവുകയാണ് ഇടപ്പള്ളി മഹല്ല് മുസ്ലിം ജമാഅത്ത്. ജില്ലയിലെ ഏറ്റവും പുരാതന പള്ളികളിലൊന്നായ ഇവിടെ ദിവസേന നോമ്പ് തുറയ്ക്ക് മാത്രം എത്തുന്നത് 1000-ലേറെ പേരാണ്. കൊച്ചി നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്ഥാപനങ്ങളിലെ ജോലിക്കാരും IT ജീവനക്കാരും യാത്രക്കാരുമാണ് ഇവരിൽ ഭൂരിഭാഗവും. സമൃദ്ധമായ നോമ്പ് തുറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നോമ്പ് പിടിക്കുന്നവർക്കായി പുലർച്ചെ 3:30 മുതൽ 4:30 വരെയാണ് അത്താഴം നൽകുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പോലും ഇവിടെ അത്താഴം കഴിക്കാൻ എത്തുന്നവർ നിരവധിയാണെന്നും ജമാഅത്ത് ഭാരവാഹികൾ പറയുന്നു. നോമ്പ് പിടിക്കുന്ന സഹപ്രവർത്തകർക്ക് പാർസൽ വാങ്ങി പോകുന്നവരും ഉണ്ട്. ശരാശരി 500ഓളം പേരാണ് അത്താഴം കഴിക്കാൻ എത്തുന്നത്. പള്ളിയുടെ ക്യാൻറ്റീനിൽ തന്നെയാണ് ഇവർക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. 8 വർഷത്തിനിടെ എറണാകുളം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞത് 4000-ലേറെ വിദ്യാർത്ഥികൾ. എറണാകുളം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 4088 വിദ്യാർത്ഥികളാണ് കൊഴിഞ്ഞുപോയത്. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തിൽ എറണാകുളം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയതും 5351 പേരാണ്. ഇത് വെച്ച് നോക്കിയാൽ കൊഴിഞ്ഞുപോക്കിന്റെ എണ്ണം വർദ്ധിച്ചു. ഇക്കാലയളവിൽ ജില്ലയിൽ 3 വിദ്യാലയങ്ങളും അടച്ച് പൂട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയത് 2022-23
2023 763 വിദ്യാർത്ഥികളാണ് ആ വർഷം പഠനം മഴുപ്പിക്കാതെ പോയത്. കഴിഞ്ഞ വർഷം 634 വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി. ഇത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതലാണ്. അന്തർ സംസ്ഥാനക്കാരുടെ കുട്ടികൾ കൂടുതലായി പഠിക്കുന്നതും എറണാകുളം ജില്ലയിലായതിനാൽ മാതാപിതാക്കളോടൊപ്പം അവർ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് എണ്ണം വർദ്ധിക്കാൻ കാരണം. കോവിഡ് കാലമായ 2020-21 എണ്ണം കുറവുണ്ടായത്. 117 വിദ്യാർത്ഥികൾ മാത്രമാണ് ആ വർഷം കൊഴിഞ്ഞുപോയത്. 2021-22 279 വിദ്യാർത്ഥികളും കൊഴിഞ്ഞുപോയതായും രേഖപ്പെടുത്തുന്നു. പ്രവൃത്തി ഉൾപ്പെടെ വരുന്ന പല ഫയലുകളും കാണാതാവുന്നതും കെട്ടിക്കിടക്കുന്നതും സംബന്ധിച്ച പരാതികളിൽ പരിഹാരം കാണാൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ചില പദ്ധതികളുടെയും അപേക്ഷകളുടെയും ഫയലുകൾ കെട്ടിക്കിടക്കുന്നു, ചിലത് കാണുന്നില്ല, ചിലതിൽ ഒരേ ഫയൽ ഒന്നിലധികം കാണപ്പെടുന്നു തുടങ്ങിയ വിവിധ കൗൺസിലർമാരുടെ പരാതികളിന്മേലാണ് നടപടിയെടുക്കുന്നത്. കാണാതായ ഫയലുകൾ സംബന്ധിച്ച് സൂപ്രണ്ടിന്റെ എഞ്ചിനീയർക്ക് പരാതി നൽകാൻ കൗൺസിലർമാർ മേയർ എം അനിൽകുമാറിന് നിർദ്ദേശം നൽകി. ഇതെല്ലാം പരിശോധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷവും കണ്ടെത്താനായില്ലെങ്കിൽ പരാതി വിജിലൻസിന് കൈമാറും. കൂടാതെ കോർപ്പറേഷനിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടെന്നും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും ഡെപ്യൂട്ടി സെക്രട്ടറിയെയും മേയർ ചുമതലപ്പെടുത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.